കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. സാമൂഹിക പരിവർത്തനത്തിൽ ബൈത്തുസ് സക്കാത്ത് പോലുള്ള സംവിധാനങ്ങളുടെ പങ്ക് പ്രശംസനീയമെന്ന് നജീബ് കാന്തപുരം MLA. കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ സംഘടിപ്പിച്ച ബൈത്തുസ് സക്കാത്ത് കേരളയുടെ സ്വയം തൊഴിൽ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന പരിപാടിയിൽ ഓട്ടോറിക്ഷകളുടെ വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബൈത്തുസ് സക്കാത്ത് കേരളയുടെ സ്വയം തൊഴിൽ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപന പരിപാടിയിൽ ഓട്ടോറിക്ഷകളുടെ വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിർവഹിച്ചു. സാമൂഹിക പരിവർത്തനത്തിൽ ബൈത്തുസ് സക്കാത്ത് പോലുള്ള സംവിധാനങ്ങളുടെ പങ്ക് പ്രശംസനീയമാണെന്ന് MLA പറഞ്ഞു. വലിയ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വലിയ കർമ്മത്തിനിവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. ഞാൻ ഹാസനോട് ചോദിക്കുകയായിരുന്നു, ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ബൈത്തുസ് സക്കാത്തിന് സാധിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിക്കുകയായിരുന്നു. 6428 കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം, 2058 കുടുംബങ്ങൾക്ക് കടബാധ്യത തീർക്കാനുള്ള പ്രശ്നം. ഞാനിത് വായിക്കുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങളുടെ മുമ്പിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വരിക. അതിലേറ്റവും കൂടുതൽ സ്വന്തം കിടപ്പാടം ലോണിന് വെച്ചിട്ട് തകർന്നു പോയ മനുഷ്യന്മാരാണ്. ഈ തകർന്നു പോയവരുടെ കഥ, പലിശ എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിയെ തകർക്കുന്നത് എന്നതിന് കൂടിയുള്ള ഏറ്റവും നല്ലൊരു പാഠമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആളുകൾ പെട്ടുപോയിട്ടുള്ള ഈ കടബാധ്യതയുടെ ആഴം നമ്മളെ മനസ്സിലാക്കുന്നത്. ബൈത്തുസ് സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത മനുഷ്യർ സമൂഹത്തിൽ ഉണ്ടാകരുത് എന്നതാണ് സംഘടിത സക്കാത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ 500ഓളം പേർക്ക് ഓട്ടോറിക്ഷകൾ നൽകാൻ സാധിച്ചുവെന്നും സക്കാത്തിനെക്കുറിച്ചും സംഘടിത സക്കാത്തിനെക്കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നുവരുന്ന പുതിയ സാഹചര്യത്തിൽ കഴിഞ്ഞ 25 വർഷങ്ങളോളമായി നിലനിൽക്കുന്ന സംഘടിത സക്കാത്ത് സംവിധാനങ്ങളെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ശൂറ അംഗം ഡോക്ടർ നഹാസ് മാള പറഞ്ഞു. സ്വയം തൊഴിൽ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൽ മജീദ്, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, മുൻ MLA CP മുഹമ്മദ്, വാർഡ് മെമ്പർ നീലടി സുധാകരൻ, കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ട്രഷറർ ഈസ മദനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.